അനന്തപുരിയിൽ ഒരു ഭാഗത്ത് എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് ഈ എൻഗേജ്മെന്റ് എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് കരുതിയിരിക്കുന്ന നവ്യ അവന്തികയുടെ ആ കൊടും ചതി മനസ്സിലാക്കുകയാണ്. സമയം ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. എൻഗേജ്മെന്റിന് ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നവ്യ പെട്ടെന്ന് തന്നെ നമിതയിലൂടെ ആദർശിനെ വിവരം അറിയിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ കൂടെ ആദർശ് വിശ്വസിക്കാനായിട്ട് ഒരു വീഡിയോ കൂടി നമിതക്ക് അയച്ചു കൊടുക്കാണ് നവ്യ. നമിതയാണെങ്കിൽ ഉടനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ആദർശിന് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നവ്യ വിട്ടുപോയി. വെപ്രാളപ്പെട്ട് വീഡിയോ എടുക്കുന്നതിനിടയിൽ നവ്യയുടെ സാരി കുടുങ്ങിയത് നവ്യ കണ്ടില്ല. അത് മാത്രമല്ല അനന്തപുരിയിൽ നിന്നാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അത് അനന്തപുരിയിലെ ആരും ആണെന്ന് ഉറപ്പിക്കാലോ. എന്തായാലും ഈ സംശയങ്ങളൊക്കെ നയനിക്കും ആദർശനും തോന്നുന്നുണ്ടെങ്കിലും അവർ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഉടനെ തന്നെ അനന്തപുരിയിലേക്ക് പുറപ്പെടാണ്. തലേ ദിവസം മുത്തശ്ശൻ പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് അമ്പലത്തിൽ വെച്ചിട്ട് ആദർശനോടും നയനയോടും തിരിച്ച് അനന്തപുരിയിലേക്ക് വരാൻ പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആദർശം നയനയും നേരെ അനന്തപുരിയിലേക്ക് പുറപ്പെടുകയാണ്. പിന്നീട് അവിടെ നടക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ്. എൻഗേജ്മെന്റിന്റെ മുഹൂർത്തത്തിൽ നിൽക്കാണ്. അനിയാണെങ്കിൽ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവന്തിക റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അനിക്ക്. എന്നാൽ അനിയാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള മോതിരം താഴെ ഇടുകയാണ്. കയ്യിൽ നിന്ന് മോതിരം സ്ലിപ്പായ പോലെ അഭിനയിക്കാൻ കേട്ടോ അനി. അപ്പൊ തന്നെ പൂജാരി പറയുന്നുണ്ട് ഈ ബന്ധത്തിന് പൊരുത്തമൊക്കെ ഉണ്ട്, പക്ഷേ എത്രത്തോളം ഈ ബന്ധം മുന്നോട്ട് പോകുമെന്ന് അത് ഇതിൽ തെളിയുന്നില്ല. എന്തായാലും മോതിരമാറ്റൽ ചടങ്ങ് നടക്കട്ടെ എന്ന് പൂജാരി പറയുന്നുണ്ട്. അനിയുടെ മുഖത്തേക്കാണെങ്കിൽ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് തുറിച്ചു നോക്കുകയാണ്. ഇത് ശ്രദ്ധിച്ച അനി മോതിരം ഇടാൻ കാത്തു നിൽക്കുന്ന അവന്തികയുടെ കയ്യിലോട്ട് റിംഗ് ഇടാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. അവിടെ പിന്നെ വമ്പൻ ട്വിസ്റ്റുകളാണ് നടക്കുന്നത്. എന്തായാലും ആദർശിന്റെ കയ്യിൽ നിന്ന് അവന്തികയുടെ കാരണം നോക്കി ഒരെണ്ണം കിട്ടുന്നുണ്ട്. എന്തായാലും ഈ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് നമുക്ക് നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മുറിയിൽ നിൽക്കുന്ന അനിയാണ്. അനിയാണെങ്കിൽ ഓരോ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് കൃത്യസമയം അങ്ങോട്ടേക്ക് അവന്തിക വരുന്നത്. അനിയേട്ടാ അനിയേട്ടാ എന്താ എന്താ നിന്റെ പ്രശ്നം? എന്താ അനിയേട്ടാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ദേ നാളെ നമ്മുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോവാ. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അതിന് ഞാൻ എന്ത് വേണം? അനിയേട്ടാ ഇതെന്റെ മാത്രം എൻഗേജ്മെന്റ് അല്ല, അനിയേട്ടന്റെ കൂടി എൻഗേജ്മെന്റാ. ആണോ? അതൊരു പുതിയ അറിവാണല്ലോ. അനിയേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ? നിർത്ത്, മതി. എനിക്ക് നീ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും കേൾക്കണ്ട. എടി ഒന്നുമില്ലെങ്കിലും എനിക്ക് നീയുമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ലെന്ന് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ. അപ്പോഴെങ്കിലും നീ ഒഴിഞ്ഞു തരണമായിരുന്നു. അനിയേട്ടാ അതിന് കാരണം ഞാൻ പറഞ്ഞതല്ലേ. നവീനേട്ടന് ഞാനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അത് തെറ്റാണോ? അത് തെറ്റാണെന്നൊന്നും ആരും പറഞ്ഞില്ല. എന്നേക്കാളും യോഗ്യരായിട്ടുള്ള ചെറുക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. അവരെയൊക്കെ കിട്ടുന്നതിന് പകരം നീ എന്തിനാ എന്നെ തന്നെ കെട്ടണമെന്ന് വാശി പിടിക്കുന്നത്? നിനക്കറിയോ, നിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടന്നാലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പറ്റും. എനിക്ക് അനിയേട്ടൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. പക്ഷേ അനിയേട്ടനെ എന്നെ ഇഷ്ടമില്ലാത്തത്. അതിന്റെ കാരണക്കാരി ആരാണെന്ന് എനിക്കറിയാം. ആ നന്ദു ഒറ്റ ഒരുത്തിയാ. അതേടി നന്ദു തന്നെ ഇതിന്റെയൊക്കെ പ്രശ്നം. എനിക്കെന്തെങ്കിലും മാറ്റം വരുമ്പോഴേ അതിലെയൊക്കെ കാരണക്കാരി നന്ദു ആണെന്ന് അങ്ങ് കരുത്. അതെ, എനിക്ക് അറിയാൻ പാടില്ലായിട്ടൊരു കാര്യം ചോദിക്കാം. എന്റെ ലൈഫിൽ എന്തൊക്കെ നടന്നാലും അതിലെയൊക്കെ കാരണക്കാരി നന്ദു ആണോ? അനിയേട്ടന്റെ മനസ്സിൽ അവൾ ഉള്ളതുകൊണ്ടാ അനിയേട്ടൻ ഇപ്പൊ ഈ എൻഗേജ്മെന്റിന് തയ്യാറാവാത്തത്. അവളെ എടുത്ത് മനസ്സിൽ നിന്ന് കള. അപ്പൊ പിന്നെ എല്ലാ പ്രശ്നങ്ങളും ശരിയായിക്കോളും. ദേ മനുഷ്യന്റെ സമനില തെറ്റി നിൽക്കുക. അതിന്റെ ഇടയിലൂടെ ആവശ്യമില്ലാത്ത ഇത്തരം സംസാരമായിട്ട് വന്നാലുണ്ടല്ലോ, പൊടി പോവാൻ ഇറങ്ങിപ്പോടി എന്റെ മുറിന്ന്. ഇതും പറഞ്ഞോണ്ട് അവന്തികയെ ഉന്തിത്തള്ളി റൂമിന് പുറത്താക്കാനിട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. അയ്യോ മോളെ, എന്തെങ്കിലും പറ്റിയോ മോളെ? ഏയ് ഒന്നുമില്ല അമ്മായി. ഡാ അനി, നീ ഇതെന്തും ഭാവിച്ചാ? വല്യമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട. എനിക്കിഷ്ടമില്ലാത്തവര് എന്റെ മുറിയിലോട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല. ഓഹോ അങ്ങനെയാണല്ലേ. മോള് പൊയ്ക്കോ, എനിക്ക് ഇവനോട് ചിലത് സംസാരിക്കാനുണ്ട്. അമ്മായി അനിയേട്ടനെ വഴക്കൊന്നും പറയണ്ട. കണ്ടില്ലേടാ മോൾക്ക് നിന്നോടില്ല ഇഷ്ടം. അതിലൊരു അംശമെങ്കിലും നിനക്ക് തിരിച്ചുണ്ടോ? ഇല്ല, എനിക്ക് അവൾക്ക് തിരിച്ചാ സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന്. മോള് പൊയ്ക്കോ, ഇവനോട് ഞാൻ സംസാരിച്ചോളാം. ശരി അമ്മായി. ഇതും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടുന്ന് പോവാണ് കേട്ടോ. ഡാ എന്താ നിന്റെ ഉദ്ദേശം? വലിമേ എനിക്കൊരു ഉദ്ദേശമില്ല. അവളോട് ഞാൻ ഇതിനു മുമ്പും എന്റെ മുറിയിലോട്ട് വരരുതെന്ന് പറഞ്ഞതാ. പിന്നെ എന്തിനാ അവൾ ഇടിച്ചു കയറി എന്റെ മുറിയിലോട്ട് വരുന്നത്? എടാ അത് നിനക്ക് മനസ്സിലായില്ലേ? നിന്നോടുള്ള സ്നേഹം കൊണ്ട്. പിന്നെ സ്നേഹം, കള്ളസ്നേഹം. അത് അവൾ അബിയുടേതല്ല അനിയത്തി. അവള് കള്ളസ്നേഹം നടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അനി നീ എല്ലാവരും ആ കൂട്ടത്തിൽ കാണണ്ട. എന്തായാലും അബിയുടെയും ജലജയുടെയും സ്വഭാവമല്ല അവന്തിക മോൾക്ക്. അത് നിങ്ങളൊക്കെ പറയും, പക്ഷെ ഞാൻ ഒരിക്കലും അത് പറയില്ല. ഇപ്പൊ എത്രയൊക്കെ നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞാലും അവൾ അയർലാൻഡിൽ പോകുന്നതിന് മുൻപ് അവളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളത് വല്യമ്മയൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം മനസ്സിലാവും. വല്യമ്മേ ഇവൾ അബിയേക്കാളും കഷ്ടമായിരുന്നു.
ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആവാൻ പറ്റുമോ? ദേ അതൊന്നും ഇപ്പൊ നീ നോക്കണ്ട. മുത്തശ്ശൻ ഒരു കാര്യം തീരുമാനിച്ചാ അത് തീരുമാനിച്ചതാ. നിന്റെ വിവാഹം നടന്നിരിക്കും. അതുപോലെ ആയിരുന്നല്ലോ അനാമികയുടേത്. മുത്തശ്ശൻ പോയി വാക്ക് കൊടുക്കുന്നു, എന്നോട് ആലോചിക്കാതെ കല്യാണം ആലോചിക്കുന്നു. മോനെ അനി, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? നിങ്ങൾക്കൊക്കെ അത് കഴിഞ്ഞ കാര്യമായിരിക്കും വല്യമ്മേ. പക്ഷേ എനിക്ക് അങ്ങനെ അല്ല വല്യമ്മേ. എന്റെ ജീവിതത്തിന്റെ ഓരോ ശാഖകളാ അതിങ്ങനെ നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാരും കൂടി എന്റെ ജീവിതം തകർക്കുക. വല്യമ്മ വിചാരിച്ച ഈ കല്യാണം മുടക്കാം. എനിക്കിത് വല്യമ്മയോട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പ്ലീസ് വല്യമ്മേ, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷിക്ക്. മുത്തശ്ശനെയും മുത്തശ്ശി എതിർക്കാൻ എനിക്ക് പറ്റില്ല. അവരെ ഒന്ന് എതിർത്തോണ്ട് ഒരു തീരുമാനം എടുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പറയാ വല്യമ്മേ, അവസാനം ഈ കല്യാണത്തിന് കീഴടങ്ങേണ്ടി വന്ന അത് ഞാൻ മരിക്കുന്നതിന് തുല്യമായിരിക്കും. ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല വല്യമ്മേ. അവസാനം ഒരു നിവൃത്തി ഇല്ലാതായി വരുമ്പോ ഞാൻ തന്നെ എന്റെ ജീവൻ എടുക്കും. മോനെ അനി നിക്ക്. അപ്പൊ തന്നെ അനി അവിടുന്ന് പോവാണ് കേട്ടോ. ശോ ഈശ്വര, എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്റെ കുഞ്ഞിന് എന്തൊക്കെ പരീക്ഷണങ്ങളാ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശിന്റെ വീടാണ് കേട്ടോ. ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട്. കാറ് റെസ്റ്റ് ഹൗസിന്റെ മുന്നിൽ നിർത്തുന്നത് കേട്ടോ. അതിൽ നിന്ന് ദേവയാനി ഇറങ്ങാണ്. എന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. എലിസബത്ത് ആണ് ഡോറ് വന്ന് തുറക്കുന്നത്. ആഹാ, ദേവയാനി ചേച്ചിയോ? വാ ചേച്ചി ഇരിക്കി, ഞാൻ നയനമോളെ വിളിക്കാം. നയനമോളെ എന്താ ആന്റി? ആ ദേ ആരാ വന്നിരിക്കുന്ന നോക്കി. ആഹാ, അമ്മയോ? അമ്മ എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ. മോളെ ആദർശ് ഇവിടെയില്ലേ? ആ ഉണ്ടല്ലോ. ആദർശേട്ടാ. ആ എന്താ നയനെ? ദേ അമ്മ. ആ അമ്മ എന്തോന്ന് വിളിച്ചു പറയാതെ. അതെന്താടാ? വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാവൂ എന്ന് വല്ലതുണ്ടോ? അമ്മേ, അത് വേറൊന്നുമല്ല. അമ്മ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ചോദിച്ചതാ. ആ, ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. നിങ്ങളോട് രണ്ടുപേരോടായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആ അല്ല, എന്താ അമ്മേ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ അല്ല, അനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അനി പ്രശ്നം ഉണ്ടാക്കിയൊന്നുമില്ല. പക്ഷേ അനി എന്നോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ടെന്ന് മുതൽ എന്റെ നെഞ്ചിൽ ആളലാ. എന്താ അമ്മ അനി പറഞ്ഞത്? മോനെ, നിനക്കറിഞ്ഞൂടെ എനിക്ക് നീയും അവനും ഒരുപോലെയാണെന്ന്? അവനെ ഇന്ന് രാവിലെ അവന്തിക മോളോട് മോശമായിട്ട് സംസാരിക്കുന്നത് കണ്ട് ഞാൻ അവനെ ഉപദേശിക്കാനൊന്ന് ചെന്നു. സംസാരിക്കുന്നതിനിടയിൽ അവൻ പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞു. അതിപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എന്താ അമ്മേ? അമ്മ കാര്യം പറ. മോനെ, അവൻ ഈ കല്യാണം വേണ്ടെന്നാ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെ ഈ കല്യാണം നടത്തണോ? ഒരാളുടെ ഇഷ്ടം കൂടി ഇതിന്റെ ഇടയിൽ പരിഗണിക്കണ്ടേ? രണ്ടുപേർക്കിടയിൽ ഒരാൾക്ക് മാത്രം ഇഷ്ടം ഉണ്ടായാൽ പോരല്ലോ. രണ്ടുപേർക്കും തുല്യമായ രീതിയിൽ ഇഷ്ടം വേണ്ടേ? അനാമികയുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവസാന നിമിഷം വരെ അവൻ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞതാ. നമ്മളെല്ലാരും കൂടി അവന്റെ തലയിൽ അവളെ കെട്ടിവെക്കുമായിരുന്നു. വീണ്ടും അവൻ രണ്ടാമത്തെ വിവാഹത്തിനും അതേ പടി തന്നെയാ പറയുന്നത്. എന്നിട്ട് നമ്മളത് കാര്യമാക്കാതിരുന്ന അമ്മ ഇപ്പം എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടെ മോനെ. ഈ കാര്യം പറഞ്ഞ് അച്ഛനെടുത്ത് ചെല്ലാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ടാണ് നിന്നോട് ഈ കാര്യം വന്ന് പറഞ്ഞത്. നിനക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലോ? ദേ, അവൻ ഈ കല്യാണം നടന്ന അവൻ ആത്മഹത്യ ചെയ്യുന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല ഇനി എന്താ ഉണ്ടാവുകയെന്ന്. അമ്മേ, ഇടയ്ക്ക് ഇവിടെ വന്നപ്പോഴും എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു. അതും ആദർശേട്ടനോട് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നയനോട് മാത്രമല്ലല്ലേ, അവൻ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. അപ്പം അവൻ സീരിയസ് ആയിട്ടാ. മോനെ, എനിക്ക് പേടിയാവുന്നുണ്ട്. ജാനകിയോട് പോലും എനിക്കിത് പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാ നിങ്ങളോട് ഈ കാര്യം വന്ന് പറഞ്ഞത്. പക്ഷേ അമ്മേ, ഞങ്ങൾ ഈ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനാ? മുത്തശ്ശനോട് ഈ കാര്യം പറഞ്ഞാലും മുത്തശ്ശൻ അതത്ര കാര്യമാക്കില്ല. അമ്മയ്ക്കറിയാലോ, മുത്തശ്ശൻ ഒരാൾക്ക് വാക്ക് കൊടുത്താൽ പിന്നെ അത് പിൻവലിക്കില്ല. എനിക്കൊന്നും അറിയില്ല മോനെ. എൻ്റെ മനസ്സിൽ കിടന്ന് ഇതാകെ വിങ്ങി പൊട്ടുമായിരുന്നു. ഇപ്പം നിങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം പോലെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യണം. അപ്പോഴാണ് എലിസബത്ത് കോഫി ആയിട്ട് വരുന്നത്. ആ ചേച്ചി, ഇത് കുടിക്ക്. എനിക്ക് വേണ്ട. അതെന്ത് പറ്റി? അമ്മേ, അത് കുടിക്ക്. വേണ്ട, ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ എനിക്ക് ആഹാരമൊന്നും ഇറങ്ങില്ല. എന്തായാലും ഞാൻ പറയേണ്ടത് പറഞ്ഞു. അവിടെയാണെങ്കിൽ എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങൾ നടക്കുക. ഞാൻ അങ്ങോട്ട് പോട്ടെ. ആരോടും പറയാതെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. എന്നാ ശരി മോനെ, ഞാൻ ഇറങ്ങട്ടെ. മോളെ, ആരോഗ്യമൊക്കെ നോക്കണേ. കൃത്യമായ ആഹാരമൊക്കെ കഴിക്കണം, മരുന്നുകളും കഴിക്കണം. ശരി അമ്മേ. അല്ല, അമ്മ ഇപ്പം തന്നെ പോവാണോ? പോവാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇപ്പം ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. ശരി അമ്മേ. അങ്ങനെ ആദർശും നയനയും അമ്മയെ യാത്ര അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എലിസബത്ത് പറയുന്നുണ്ട്, എന്തായാലും കോഫി ഇട്ടതല്ലേ, ഇനി ഇത് മോൻ കുടിച്ചോ. ഇതും പറഞ്ഞ് ആദർശിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നയന ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, നമ്മളിനി എന്താ ചെയ്യുക? ഈ കാര്യത്തിൽ നമുക്ക് അനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല നയനെ, ഇപ്പം നമ്മളൊരു തീരുമാനം എടുത്ത് അനിക്കൊപ്പം നിന്നാൽ അത് മുത്തശ്ശനെ ധിക്കരിക്കുന്നതിന് തുല്യമായിരിക്കും. അനിയെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അനന്തപുരിയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഇതിപ്പം മുത്തശ്ശൻ നമ്മളെ ആരും അറിയാതെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടല്ലേ ഉള്ളൂ. എന്തായാലും നമുക്കിതിലൊരു തീരുമാനം എടുക്കാം. ഇപ്പം കല്യാണമൊന്നുമില്ലല്ലോ നടക്കുന്നത്, ജസ്റ്റ് ഒരു എൻഗേജ്മെന്റ് അല്ലേ. ഞാൻ എന്തായാലും അവനായിട്ടൊന്ന് സംസാരിക്കട്ടെ, ബാക്കി നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ആദർശേട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട് അനിയുടെ കാര്യം ആലോചിച്ച്. നയനെ, നീ ഇങ്ങനെ ഓരോന്നാലോചിച്ച് മനസ്സിന് വെറുതെ ടെൻഷൻ കൊടുക്കണ്ട.
നമുക്കെന്തേലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത്ര പെട്ടെന്നൊന്നും അവൻ ബുദ്ധിമോശം ചെയ്യില്ല. അവൻ എന്റെ അനിയനാ, എനിക്കറിയാം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യാണ്. പൂമാലകൾ കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ അലങ്കരിക്കുന്നുണ്ട് കേട്ടോ. നടക്കാത്ത കല്യാണത്തിനാ ഇത്രയൊക്കെ അലങ്കാരം. എന്തായാലും അനിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെന്റെ നന്ദു മാത്രമായിരിക്കും. കണ്ട വഞ്ചകിമാർക്കല്ല അനിയെ കിട്ടേണ്ടത്. അതിനർഹതപ്പെട്ടത് എന്റെ അനിയത്തി മാത്രമാ. എന്റെ അനിയത്തി അനിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് അനിയെ നേടിക്കൊടുക്കും. ആ സമയത്താണ് അബി അങ്ങോട്ട് വരുന്നത്. ആ നവ്യേ, നീ ഇവിടെ എന്തെടുക്കുക? അത് പിന്നെ ഞാൻ അലങ്കരിക്കുന്നൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. നന്നായിട്ടുണ്ടല്ലേ? ആ, കുഴപ്പമൊന്നുമില്ല. അല്ല, ഒരു ചെറിയ എൻഗേജ്മെന്റിന് ഇത്രയൊക്കെ അലങ്കാരത്തിന്റെ ആവശ്യമുണ്ടോ? ചെറിയ എൻഗേജ്മെന്റോ? അതെ, അവന്റെ 2ാം കെട്ടായിരിക്കും. പക്ഷെ എന്റെ അനിയത്തിന്റെ ആദ്യത്തെ കെട്ടാ. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് ആകെ ഒരു വിഷമമുള്ളൂ, എന്റെ ശത്രുവിനായി പോയല്ലോ എന്റെ അനിയത്തി തിരഞ്ഞെടുത്തെന്നുള്ളത് ആലോചിക്കുമ്പോൾ. പിന്നൊന്ന് ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല. ഈ മൂർത്തീസ് ജ്വല്ലറി മൊത്തം നമ്മുടെ കൈവെള്ളയിൽ വന്ന് ചേരാൻ പോവാന്ന് ആലോചിക്കുമ്പോൾ ഇനി എന്തായാലും മാനിയായിരിക്കും MD. ആ പൊസിഷനിൽ നിന്ന് ഒരിക്കലും മാനി മാറാൻ പോകുന്നില്ല. എന്തായാലും എൻ്റെ അനിയത്തി ഇവരുടെ പക്ഷത്താന്ന ഇവരുടെ വിചാരം. അവള് കാര്യം കാണാൻ വേണ്ടിയേ കൈതക്കാല് പിടിക്കുന്നവളാ. ഏത് വേഷവും കിട്ടാൻ അവള് മടിക്കില്ല. അതൊന്നും ഈ വിഡ്ഢികൾക്കൊന്നും അറിയില്ലല്ലോ. എന്തായാലും ഈ കല്യാണം നല്ല ആഹ്ർഭാടായിട്ട് നടക്കണം. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. ഇതും പറഞ്ഞുകൊണ്ട് അബി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. നിന്റെ പെങ്ങൾ ആഗ്രഹിച്ച ആ കല്യാണം നടക്കില്ലടാ. നീയും അവളും ചേർന്ന് അനന്തപുരിക്കാരെ പറ്റിക്കാന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. ഈ നവ്യയുടെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ നടക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് അവന്തികയുടെ മുറിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവന്തിക്ക് ഡോർ അടയ്ക്കാൻ മറന്നിരിക്കാണ് കേട്ടോ. കുറെ ജ്വല്ലറികൾ നിരത്തി വെച്ചിട്ട് അച്ഛനെ വീഡിയോ കോൾ ചെയ്ത് ഓരോ ജ്വല്ലറിയും കാണിച്ചു കൊടുക്കാണ് അവന്തിക. അച്ഛാ, ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാവോ? സൂപ്പർ. എന്റെ മോൾക്ക് ഏതിട്ടാലും ഭംഗിയല്ലേ? എന്നാ ഇത് കണ്ട നവ്യ ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അല്ല, ഇയാളാരാ? ഇവളെന്തിനാ ഇയാളെ വീഡിയോ കോൾ ചെയ്യുന്നത്? അച്ഛാ, ഈ സിമ്പിൾ നെക്ലേസ് കൊള്ളാലേ മോളെ? സിമ്പിൾ ആയിക്കോട്ടെ, ജസ്റ്റ് എൻഗേജ്മെന്റ് അല്ലേ, കല്യാണത്തിന് നമുക്ക് കുറച്ച് ഹെവി ആക്കാം. ശരിയച്ചാ. മോളെ, ഇതൊക്കെ നയനാസ് കളക്ഷൻസ് അല്ലേ, അതുകൊണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. അച്ഛനോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കാൻ വിളിക്കണ്ട, ആരെങ്കിലുമൊക്കെ കാണും. ഞാൻ ഡോറ് നന്നായിട്ട് അടച്ചിട്ടുണ്ട് അച്ഛാ. ഓഹോ, അത് ശരി. അപ്പൊ ഇതാണ് അച്ഛൻ. അപ്പൊ അയാള് വീണ്ടും വന്നു, അബിയുടെയും ഇവളുടെ അച്ഛൻ. അപ്പൊ ഇയാള് പറഞ്ഞിട്ടായിരിക്കും ഇവൾ ഇങ്ങനൊരു നാടകം കളിച്ചത്, നന്മമര നാടകം. എന്തായാലും ഇതൊന്ന് വീഡിയോ എടുത്ത് വെച്ചേക്കാം. ഞാൻ പറഞ്ഞിട്ടാരും വിശ്വസിച്ചില്ലെങ്കിലോ. ഇതൊക്കെ നടക്കുന്നത് എൻഗേജ്മെന്റിന്റെ അന്ന് രാവിലെയാണ്. അങ്ങനെ നവ്യ എല്ലാം ഫോണിൽ പകർത്തിയെടുക്കാൻ കേട്ടോ. തീർന്നടി നിന്റെ അച്ഛൻ്റെയൊക്കെ ഈ നാടകം. എന്തായാലും നിന്റെ നാടകത്തിന് അധികം ആയുസില്ലാതായി പോയല്ലോടി. ഇതും പറഞ്ഞുകൊണ്ട് ഫോണിലെല്ലാം പകർത്തുന്നുണ്ട്. എന്നിട്ട് പതുക്കെ അവന്തിക്ക് അറിയാതെ പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. ഡോറടിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവന്തിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇപ്പം ഡോറടിക്കുന്ന ശബ്ദം കേട്ടില്ലേ? അയ്യോ, അപ്പം ഞാൻ ഡോർ അടിച്ചില്ലായിരുന്നു. ഇതും പറഞ്ഞുകൊണ്ട് അവന്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് ഡോറിൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് ഡോറാണെങ്കിൽ ചാരിയിരിക്കാൻ കേട്ടോ. അയ്യോ ഈശ്വര, ഡോർ അടിക്കാൻ ഞാൻ മറന്നു. ആരും ഇതിനകത്ത് കയറിയിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നിയതായിരിക്കോ? ഇനി കാറ്റിലടിഞ്ഞതോ മറ്റോ ആയിരിക്കോ? ചിലപ്പോൾ അങ്ങനെ വല്ലതും ആയിരിക്കും. ഇവിടെയെങ്ങും ആരും കാണാനുമില്ല. അപ്പം പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും. ആരെയും കണ്ണി പെടഞ്ഞത് ഭാഗ്യം. ഇല്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അങ്ങനെ അവന്തിക പെട്ടെന്ന് തന്നെ അച്ഛനെ സാധാ കോള് വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ. ഹലോ മോളെ, എന്താ ഉണ്ടായത്? ആരെങ്കിലും വന്നോ? ആരും വന്നതല്ല, കാറ്റിൽ ഡോർ അടഞ്ഞതാ. ഞാൻ ഡോർ അടയ്ക്കാൻ മറന്നു. എൻ്റെ ദൈവമേ, എന്നിട്ടാരും കണ്ടില്ലല്ലോ? ഇല്ല, ആരും കണ്ടില്ല മോളെ. നീ ദൈവഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. ആ കാറ്റിൽ ഡോർ അടഞ്ഞതുകൊണ്ട് ഡോർ അടച്ചില്ലെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കാണില്ലായിരുന്നു. ആരും കാണണ്ട, ജലജ കണ്ടാ പോരെ. സോറി അച്ഛാ. അതൊക്കെ പോട്ടെ. അല്ല, എന്താ ഇപ്പോഴും അനിയുടെ പ്രതികരണം? അനി മോളോട് നല്ലപോലെ പെരുമാറുന്നുണ്ടോ? എവിടെയച്ചാ? അവൻ ഇപ്പോഴും എന്നെ കടിച്ചു കയറി തിന്നാൻ വരുവാ. അല്ല മോളെ, നിന്നെ എന്തായാലും അവൻ കെട്ടണം. പിന്നെ ഇപ്പം എന്തിനാ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടച്ചാ. ആ നന്ദു എല്ലാത്തിനും കാരണം. അവളില്ലായിരുന്നു എന്നുണ്ടെങ്കിലേ അനിയേട്ടൻ്റെ ലൈഫിൽ എനിക്ക് വലിയ സ്ഥാനം ഉണ്ടാവുമായിരുന്നു. അവളെ തീർക്കേണ്ട സമയമായിട്ടുണ്ട്. അച്ഛാ, എങ്ങനെ തീർക്കാനാ? ഇതിനു മുമ്പ് അവളെ തീർക്കാൻ നോക്കിയതല്ലായിരുന്നോ? അപ്പോഴത്തേക്കും ആദർശ് വന്ന് രക്ഷപ്പെടുത്തി. ആ മാളവികയെ കൊല്ലാൻ നോക്കിയപ്പോഴും അതേപടി തന്നെ സംഭവിച്ചു. ഇനി ആ നന്ദുവിനെ കൊല്ലണം എന്നുണ്ടെങ്കിലേ ആരും അറിയാതെ രഹസ്യമായിട്ട് വേണം കൊല്ലാൻ. അവളെ കൊന്നാൽ പിന്നെ എനിക്ക് സന്തോഷത്തോടെ അനിയേട്ടൻ്റെ കൂടെ ജീവിക്കാം. അവള് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ അനിയേട്ടൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോളെ, അതൊക്കെ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും ഈ എൻഗേജ്മെന്റ് നടക്കട്ടെ. എൻഗേജ്മെന്റിന് അനിയൂട്ടും താല്പര്യം കാണിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അനിയേട്ടന് താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ പോലും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അച്ഛാ. എന്നാ മോളെ, നീ നിന്റെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തോ. അനി സന്തോഷത്തോടു കൂടി നിൽക്കും. പിന്നെ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ ചെറിയ സമയം കൊണ്ട് അനിയേട്ടനെ മനസ്സ് മാറ്റാൻ പറ്റിയ വിദ്യ ഒന്നും ഇല്ല അച്ഛാ. എന്നാ ഉണ്ട്.
ഞാൻ പറഞ്ഞ പോലെ നീ അനിയുടെ അടുത്ത് ചെന്ന് പറയണം. എന്താച്ചാ നീ അവനോട് പറയണം, ഈ എൻഗേജ്മെന്റ് നടന്നാലുടൻ ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കാന്ന്. പെട്ടെന്ന് വെച്ച് എൻഗേജ്മെന്റ് വേണ്ടാന്നും അത് തടസ്സപ്പെടുത്തണമെന്നും എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻഗേജ്മെന്റ് നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അനിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി തരാന്ന് നീ അനിയോട് പറയണം. തൽക്കാലം അവനെ സന്തോഷിപ്പിക്കാൻ അതേ ഒരു വഴിയുള്ളൂ. എന്തായാലും എൻഗേജ്മെന്റ് വരെ അവൻ അത്ര പ്രശ്നക്കാരനായിരിക്കില്ല. മോൾ ഇത് പറഞ്ഞ് അവനെ വിശ്വസിപ്പിക്കണം. എന്നിട്ട് അച്ഛാ അതിനുശേഷം വീണ്ടും എന്നോട് അത് തന്നെ പറഞ്ഞാലോ? പറയില്ല മോളെ. അതിനുശേഷം പെട്ടെന്ന് കല്യാണത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കണം. ബാക്കിയൊക്കെ അതങ്ങനെ നടന്നോളൂ. മോളെ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോൾ അനിയോട് കാര്യം പറ. ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് അവൻ മോളുടെ കൈവിരലിൽ മോതിരം അണിക്കുന്നത് എനിക്ക് കാണണം മോളെ. ശരി അച്ഛാ. എന്നാ പിന്നെ ഞാൻ വെക്കുക. ശരി. അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവന്തിക്ക് ഇങ്ങനെ ആലോചിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യാണ്. നവ്യ പെട്ടെന്ന് തന്നെ നമിതയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. നമിതേ, അവള് പേരും കള്ളിയാ. എന്തായാലും നീ അത് പിടിച്ചെടുത്തല്ലോ. ഈ കാര്യം നമുക്ക് ആദർശേട്ടനെ എത്രയും പെട്ടെന്ന് അറിയിക്കണം. അത് അറിയിച്ചേ പറ്റൂ. പിന്നെ ഇനി ഒട്ടും സമയമില്ല. ഇവിടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ചടങ്ങുകൾ തുടങ്ങാൻ സമയമായി. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ആദർശേട്ടന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. നീ പെട്ടെന്ന് എന്റെ ഫോണിലേക്ക് അയക്ക്. ഞാനത് എത്രയും പെട്ടെന്ന് ആദർശേട്ടന് അയച്ചു കൊടുത്തോളാം. പിന്നെ നീയൊരു വോയിസ് ക്ലിപ്പും കൂടി ഇടണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത്. അതൊക്കെ നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തോളാം. ശരി, എന്നാ പിന്നെ ഞാൻ അയക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നവ്യ ആ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശൻ നയനിയും നിൽക്കുന്ന റെസ്റ്റ് ഹൗസിലോട്ട് നന്ദു വരുന്നതാണ്. ആദർശനോട് നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ കള്ളക്കടത്ത് സ്വർണം പോകുന്നതിന്റെ ഒരു ഇൻഫർമേഷൻ സേവ്യർ തന്നിട്ടുണ്ട്. നന്ദു, നീ അത് വെച്ചൊരു അന്വേഷണം നടത്തണം. നാഗേന്ദ്രനിലേക്ക് എത്തിച്ചേരുവാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ നാഗേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് മുത്തശ്ശനെ കൂടെ നമുക്ക് ഒപ്പിക്കാം. നന്ദു, ഞാൻ എന്തായാലും ഈ കാര്യം മുത്തശ്ശനെ വിളിച്ചു പറയാം. മുത്തശ്ശന്റെ ഒരു മേൽനോട്ടുണ്ടാവും. ഞാൻ എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു പൂർണ്ണത വരുവാണെന്നുണ്ടെങ്കിൽ, അയാളിലേക്ക് കാര്യം എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ എന്തായാലും അറസ്റ്റ് ചെയ്തിരിക്കുക ആദർശേട്ടാ. സത്യം പറഞ്ഞ അയാളെ എനിക്ക് ഇഞ്ചിഞ്ചായി ചതയ്ക്കാനുള്ള ദേഷ്യമുണ്ട്. അയാൾ എന്നെ ഒരു കാര്യമില്ലാതെ കൊല്ലാൻ പോയതല്ലായിരുന്നു. നീ ഡേവിഡിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തില്ലേ, അത് അയാൾക്ക് പറ്റിയിട്ടില്ല. അത് തന്നെയാ കാര്യം. ആ സമയത്ത് നയനയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട നന്ദു ചോദിക്കുന്നുണ്ട്, അല്ല എന്തുപറ്റി ചേച്ചി? ചേച്ചിയുടെ മുഖത്തൊരു വിഷമം പോലെ. ആ കാര്യം പറയാൻ വിട്ടു. ഇടയ്ക്ക് അമ്മ ഇവിടെ വന്നിരുന്നു. വന്നപ്പോ അമ്മ അനിയുടെ ഒരു കാര്യം പറഞ്ഞു. അനിക്ക് ഈ എൻഗേജ്മെന്റിന് ഒട്ടും താല്പര്യമില്ലെന്ന്. എൻഗേജ്മെന്റ് നടന്ന ആത്മഹത്യ ചെയ്യുന്നും പറഞ്ഞു. അത് അമ്മയോട് മാത്രമല്ല ഇവളോടും അവൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ചുമ്മാ ഭീഷണിപ്പെടുത്താൻ പറയുവാണെന്ന് ഞാൻ ഇവരോട് ഒരു 100 തവണ പറഞ്ഞതാ. അപ്പൊ നയന പറയാ അതൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ മനസ്സ് വിഷമിച്ച് അനി എന്തെങ്കിലും ചെയ്താലോ. എനിക്ക് തോന്നുന്നില്ല അവൻ അത്രയ്ക്ക് തൊലിക്കട്ടി ഇല്ലാത്തവനാണെന്ന്. ആ സമയത്ത് നന്ദു ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽ പാളത്തിലൂടെ അനി ഇങ്ങനെ നടക്കുന്നതും പിന്നിലൂടെ നന്ദു പോയിട്ട് പിടിച്ചു മാറ്റുന്ന രംഗമൊക്കെ. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അനി ആ ട്രാക്കിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ആ സീനൊക്കെ നന്ദുവിന്റെ മനസ്സിലോട്ട് ഓർമ്മ വരാൻ കേട്ടോ. നന്ദു നന്ദു ആദർശേട്ടാ. എന്താ നന്ദു, എന്തുപറ്റി? ഒന്നുമില്ല. അല്ല, നിന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ടല്ലോ, എന്തുപറ്റി? അപ്പം നയന പറയുന്നുണ്ട്, എന്താ നന്ദു നിനക്കെന്തോ പറ്റിയിട്ടുണ്ടല്ലോ. അത് പിന്നെ എന്താ മോളെ? അത് പിന്നെ ആദർശേട്ടാ, ഹനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനി അത് ചെയ്തിരിക്കും. അതെനിക്ക് 100% ഉറപ്പാ. അല്ല നീ എന്താ അങ്ങനെ പറയുന്നേ? ആദർശേട്ടാ, എനിക്ക് അനുഭവം ഉണ്ടായിട്ടാ ഞാൻ പറയുന്നത്. അന്ന് അനിയെ കാണാനില്ലാത്തത് ആദർശേട്ടൻ ഓർക്കുന്നുണ്ടോ? ഞാൻ അന്ന് അനിയെ കണ്ടെത്തിയത് എവിടെ നിന്നായിരുന്നു എന്നറിയോ? എന്നാ കേട്ടോ, വണ്ടി കുതിച്ച് വന്നോണ്ടിരിക്കുന്ന റെയിൽ പാളത്തിൽ നിന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അനിയനെ ഇപ്പം കാണാൻ പറ്റുന്നത് അന്ന് ഞാൻ അനിയെ രക്ഷിച്ചതുകൊണ്ടാ. ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല ആദർശേട്ടാ. ഇത് കേട്ടപ്പോൾ ആദർശ ആകെ സ്തംഭിച്ച് നിൽക്കാൻ കേട്ടോ. മോളെ നന്ദു, ഈ കാര്യം നേരത്തെ നീ എന്താ ഞങ്ങളോട് പറയാതിരുന്നത്? എന്തിനാ വെറുതെ ഈ കാര്യം പറഞ്ഞ് നിങ്ങളെയും കൂടി ടെൻഷനാക്കുന്നത്? നന്ദു, അവൻ അന്ന് അങ്ങനെ ചെയ്തത് നിന്നെ കിട്ടാത്തതിലുള്ള വിഷമത്തിനല്ലേ? പറ നന്ദു, അങ്ങനെയല്ലേ? അതെ ഈശ്വര, ഇത് കുറച്ച് മുൻപ് അറിയായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഇതിപ്പോൾ വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ. നൈനെ, ഇനി നമ്മൾ എന്താ ചെയ്യാം? എനിക്ക് അറിഞ്ഞൂടാ. ഈ കാര്യം പറഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ ആദർശേട്ടനോട് ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആദർശേട്ടനല്ലേ പറഞ്ഞത് ഹനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അപ്പം നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ സത്യം പറഞ്ഞാൽ ഹനി ഇങ്ങനെ പറഞ്ഞു എന്ന് ആലോചിച്ചിട്ട് പേടിയാവുക. ഹനി ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്തിരിക്കും. ജീവിതം മടുത്ത് നിൽക്കുന്ന ഒരാളാ ഹനി. ഒരുത്തിയെ കൊണ്ട് തന്നെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഹനി അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ആ പാവത്തെ വിഷമിപ്പിക്കരുത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമിതയുടെ ഫോണിൽ നിന്നും ആദർശിന്റെ ഫോണിലോട്ടൊരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ആദർശ് ഫോൺ എടുക്കാനിട്ടോ. ഈ അൺനോൺ നമ്പറിൽ നിന്നും വീണ്ടും മെസ്സേജ് വന്നിരിക്കുകയാണ്. നൈനെ, ഇതാ അൺനോൺ നമ്പർ, എന്താന്ന് നോക്ക ആദർശേട്ടാ. ആ സമയത്ത് ആ മെസ്സേജ് എടുത്ത് നോക്കാനിട്ടോ. അതില് നമിത ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം.
നിങ്ങളുടെ അനിയനല്ലേ പ്രശ്നം. അനിക്ക് നിങ്ങൾ രണ്ടാമതൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു. എന്നാൽ അവന്തികയെക്കുറിച്ച് നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊരു വിവാഹം തീരുമാനിച്ചത്? അവൾ എത്ര ഫ്രോഡാണെന്നറിയോ നിങ്ങൾക്ക്? പെരും കളി, നല്ല ഒന്നാന്തര നമ്പർ 1 കളി. എല്ലാവരുടെ മുന്നിൽ സ്നേഹം അഭിനയിച്ചിട്ട് അവൾ പിന്നിലൂടെ മൂർത്തി ജ്വല്ലറിയെ കുത്തി വീഴ്ത്തുമായിരുന്നു. അതിന്റെ തെളിവായിട്ട് ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ താഴെ അയച്ചിട്ടുണ്ട്. അബിയെ പോലെ തന്നെ അവളും എല്ലാവരെയും പറ്റിക്കുക. ഇപ്പോൾ അനി മൂർത്തി ജ്വല്ലറിയുടെ MD ആണല്ലോ. ആ MD സ്ഥാനം കൊതിച്ച് മാത്രമാണ് MDയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അവളുടെയും അവളുടെ അച്ഛൻ്റെയും മനസ്സിലിരിപ്പ് അത് തന്നെയാ. അവളുടെ അച്ഛനുമായിട്ട് അവൾക്ക് അയർലാൻഡിൽ നിന്നുള്ള കണക്ഷനാ. അവൾ വഴി അബിക്ക് ഇപ്പം കണക്ഷനുണ്ട് അച്ഛനുമായിട്ട്. എന്തായാലും ഞാനൊരു വീഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വിശദമായിട്ട് നോക്കണം. എന്നിട്ട് അനിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. ഇനി സമയമില്ല, ആകെ 1.5 മണിക്കൂർ കാണും. അതിനുള്ളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ മെസ്സേജ് അവസാനിക്കുന്നത്. അതിന് താഴെയായിട്ട് ഒരു വീഡിയോയും കൂടി കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ വീഡിയോ എടുത്ത് നോക്കുകയാണ് ആദർശ്. അപ്പോഴാണ് അവന്തിക നാഗേന്ദ്രനുമായിട്ട് ജ്വല്ലറിയൊക്കെ കാണിച്ച് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ കാണുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ആദർശ് ശരിക്കൊന്ന് ഞെട്ടുന്നുണ്ട്. ആ നൈനെ, ഇത് നോക്കിയേ, അപ്പോൾ അവന്തിക പേരും കള്ളിയാ. അവൾ നമ്മളെയൊക്കെ പറ്റിക്കുക. അവളുടെ അച്ഛൻ്റെ കൂടെ കൂടിയിട്ട് അവളും അബിയൊക്കെ നമ്മളെ പറ്റിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പായി. അപ്പോൾ അവൾ അയർലാൻഡിൽ നിന്ന് അവളും അച്ഛനുമായിട്ടുള്ള ബന്ധം പുതുക്കിയിട്ട് ഇങ്ങോട്ട് വന്നത്. അയാൾ പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും ഇത്. സ്നേഹബന്ധത്തിലൂടെ അനന്തപുരിയിലുള്ളവരെ വീഴ്ത്താൻ. സ്നേഹം കാണിച്ച് അനന്തപുരിയിലുള്ളവർ വീഴുമെന്ന് അവക്കറിയാലോ. ആദർശേട്ടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ നൈനെ? അവസാനത്തെ നിമിഷമായിപ്പോയി ഇത്. എനിക്കിപ്പോൾ അനന്തപുരിയിലോട്ട് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയല്ലേ? പക്ഷെ ആദർശേട്ടാ, ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എൻഗേജ്മെൻറ്റ് നടക്കാൻ പോവാ. അതെങ്ങനെയെങ്കിലും തടയണം. ഒരു എൻഗേജ്മെൻറ്റാണ് ആ ജീവിതത്തിൻ്റെ വഴി കാണിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ബന്ധം നടക്കാൻ പാടില്ല. അതുകൊണ്ട് ആ പേരും കള്ളിയുടെ കള്ളത്തരം എല്ലാവരുടെ മുന്നിൽ വെച്ച് നമുക്ക് തെളിയിക്കണം. അതിന് നമുക്ക് ഈ വീഡിയോ ക്ലിപ്പ് തന്നെ ധാരാളം ആദർശേട്ട അന്തസ്സായിട്ട് വേണം ആദർശേട്ടൻ അനന്തപുരിയിലോട്ട് കയറി ചെല്ലാൻ. അവളുടെ കള്ളത്തരം പൊളിക്കണം. അവളുടെ അച്ഛനെ നമ്മൾ കണ്ടെത്തിയല്ലോ. മൂർത്തി ജ്വല്ലറിയുടെ എതിരാളിയെ നമ്മൾ കണ്ടെത്തി. മുത്തശ്ശൻ നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഇനി മൂർത്തി ജ്വല്ലറിയുടെ MD ആദർശേട്ടൻ തന്നെയാണ് അനന്തപുരിയിലും. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ ആദർശേട്ടൻ ഇപ്പം ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അനിയുടെ ജീവൻ ആപത്ത്. ശരിയാ, ഇനി ഒട്ടും സമയമില്ല. എന്തായാലും അവളെ അവളുടെ അമ്മയും ഏട്ടനെയും ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം. അവരുടെ അവസാനത്തെ ദിവസമായിരിക്കും ഇന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ആദർശ് മാത്രമല്ല കേട്ടോ, കൂടെ നയനയും നന്ദും ഉണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവന്തിക വീണ്ടും അനിയുടെ മുറിയിലോട്ട് വരുന്നതാണ്. അനിയാണെങ്കിൽ എൻഗേജ്മെന്റിന് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സ് ഒരു ഭാഗത്ത് വെച്ചിട്ട് അത് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. അനിയേട്ടാ, ഓ വീണ്ടും വന്ന മനുഷ്യനെ ശല്യം ചെയ്യാൻ. അല്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തിനാ ഏത് സമയം എന്റെ പിന്നാലെ നടക്കുന്നത്? അനിയേട്ടൻ എന്നെ ഇനി അവോയ്ഡ് ചെയ്യണ്ട. അനിയേട്ടൻ എന്താ വേണ്ടത്? ഞാൻ അനിയേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി തരണം, അത്രയല്ലേ ഉള്ളൂ. ആ സമയത്ത് അനി അവന്തികയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എന്നെ ഇഷ്ടമല്ലാത്തവരുടെ കൂടെ ഞാൻ എന്തിനിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അതിനേക്കാൾ ഭേദം ഈ ബന്ധം വേണ്ടെന്ന് വെക്കുന്നതാ. പക്ഷേ ഇന്ന് എൻഗേജ്മെന്റ് ദിവസമായിപ്പോയി. ഇത് തടയാനുള്ള അത്രയും ധൈര്യമൊന്നും എനിക്കില്ല. ഞാനിത് തടഞ്ഞാൽ അത് മുത്തശ്ശനെ തടയുന്നത് കണക്കായിരിക്കും. എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ട് ആ ഇഷ്ടം നടത്തി തരാൻ ഒരുങ്ങിയവര്. അവരെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അനിയേട്ടനോട് ഞാനൊരു കാര്യം പറയാം. ഈ എൻഗേജ്മെൻറ്റ് അത് സന്തോഷത്തോടെ നടക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ അനിയേട്ടൻ്റെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറിത്തരാം. ഞാൻ പിന്നീട് അയർലാൻഡിലോട്ട് പോവാം. പഠനം മുഴുവനായി, പക്ഷേ എനിക്ക് അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുക. അനിയേട്ടനെ ശല്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് ഈ എൻഗേജ്മെൻറ്റ് എല്ലാവരുടെ സന്തോഷത്തിനും കൂടിയിട്ട് എൻഗേജ്മെൻറ്റെങ്കിലും ഒന്ന് കൂടി തരണമെന്നാ എൻ്റെ അഭ്യർത്ഥന. പ്ലീസ് അനിയേട്ടാ. ഇതും പറഞ്ഞ് അനിയുടെ കാലി വീഴാൻ കേട്ടോ. ഇത് കണ്ടപ്പോൾ അനിയാണെന്നുണ്ടെങ്കിൽ ആകെ അത്ഭുതപ്പെടുന്നുണ്ട്. അനി പറയുന്നുണ്ട്, മാറി നിൽക്ക്, നീ ഇപ്പോൾ പറഞ്ഞത് സത്യമാണോ? സത്യമാണ് അനിയേട്ടാ. അനിയേട്ടൻ്റെ നന്ദുവിനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ ഒഴിഞ്ഞു മാറി തന്നേക്കാം. എന്തായാലും ഈ എൻഗേജ്മെൻറ്റ് നടക്കണം. അനിയേട്ടൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി താഴോട്ട് വരണം. ഈ എൻഗേജ്മെൻറ്റ് നടക്കാനുള്ള നിന്റെ കുറുക്ക് വഴിയല്ലല്ലോ ഇത്. അല്ല അനിയേട്ടാ. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ എൻഗേജ്മെൻറ്റിന് പങ്കെടുക്കും. അത് കഴിഞ്ഞാൽ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിത്തരണം. ഞാൻ മാറി തന്നിരിക്കും അനിയേട്ടാ, എന്നേക്കുമായിട്ട് മാറി തന്നിരിക്കും. ഇത് ഈ അവന്തികയുടെ വാക്ക്. എൻഗേജ്മെൻറ്റ് മുടക്കി കഴിഞ്ഞാൽ അത് മുത്തശ്ശിനെ എതിർക്കുന്നതിന് തുല്യ. അതുകൊണ്ട് എൻഗേജ്മെൻറ്റ് നടക്കണമെന്ന് ഞാൻ പറയുന്നത്. അനിയേട്ട സമ്മതിക്കില്ലേ? സമ്മതിക്കാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നീ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു മാറി തരുമല്ലോ എന്ന് കരുതിയിട്ടാ. അതുകൊണ്ട് മാത്രം. ശരി അനിയേട്ടാ. അങ്ങനെ അവന്തികയാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാനിട്ടോ. ആ സമയത്ത് അവിടെ അഭി നിൽക്കുന്നുണ്ട്. എടി, നീ എന്താ ഇപ്പോൾ പറഞ്ഞത്? അഭിയേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങോട്ട് വരാൻ. എന്താ നിന്റെ ഭാവം? അച്ഛൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അച്ഛൻ തന്നെയാണ് ഇതും പറഞ്ഞു തന്നത്. എൻഗേജ്മെൻറ്റ് സന്തോഷത്തോടെ നടക്കണം. അതിനിപ്പോൾ അനിയേട്ടനോട് അങ്ങനെ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. അച്ഛൻ പറഞ്ഞതെന്നാണ് ഈ വിദ്യ. അതെ, അതേതായാലും കൊള്ളാം.
അപ്പം അവൻ എൻഗേജ്മെൻറ്റ് നല്ലപോലെ കൂടുമല്ലേ? അതെ. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഞാൻ കരുതി നീ എങ്ങനെ ഈ കല്യാണം മുടക്കാനുള്ള പ്ലാൻ ഇടുവാണെന്ന്. അത് നമ്മുടെ അച്ഛൻ അറിയാതെ ഞാൻ അങ്ങനെ ചെയ്യോ? ആ നവീനേനെ വേണ്ടെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് അനിയെ തന്നെ കിട്ടണമെന്ന് വാശിയായിരുന്നു. എന്തായാലും അനിയെ ഞാൻ കെട്ടിയിരിക്കും. അത് മതി മോളെ, നീ എന്തായാലും അനിയെ കെട്ടണം. അനി നിനക്കുള്ളതാണ്. ശരി. എന്നാൽ പിന്നെ പെട്ടെന്ന് ഡ്രസ്സ് മാറ്, സമയമായി. പൂജാരി ഇപ്പോൾ വരും. ശരി ഏട്ടാ. അപ്പോഴാണ് കേട്ടോ ജലജ അങ്ങോട്ട് വരുന്നത്. മോളെ അവന്തികെ, നീ ഒന്ന് വന്നേ. ഇതും പറഞ്ഞുകൊണ്ട് അവന്തികെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് എൻഗേജ്മെൻറ്റ് നടക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോഴാണ് അനിയെ കാണിക്കുന്നത്. ഡ്രസ്സൊക്കെ മാറി താഴോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. അനിയെ കണ്ടിട്ട് എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. മോനെ, സമയം വെച്ച് താമസിക്കണ്ട, പെട്ടെന്ന് തന്നെ അങ്ങോട്ടിരിക്കേ. പൂജാരി വന്നിരിക്കുന്ന കണ്ടില്ലേ? മോതിരമാറ്റൽ ചടങ്ങാ. മോന് കയറിയിരിക്കേ. അപ്പോഴാണ് അവന്തിക അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവന്തിക കൂടി അവർ കയറ്റി ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, എന്നാ പിന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ? അതിനെന്താ, ചടങ്ങ് തുടങ്ങാം. എല്ലാവരും ചുറ്റിലും നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്, ഈശ്വര, ഞാൻ ആ വീഡിയോ ആദർശേട്ടൻ അയച്ചു കൊടുത്തതാണല്ലോ. പിന്നെന്താ ആദർശേട്ടൻ വരാത്തത്? കുറേ സമയം ആയല്ലോ. ഇപ്പം എൻഗേജ്മെൻറ്റ് നടക്കും. എന്നാ മോതിരം കൈമാറിക്കോ മോനെ. അങ്ങനെ അനിയാണെന്നുണ്ടെങ്കിൽ നന്ദുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട് മോതിരം ഇടുകയാണ് കേട്ടോ. പെട്ടെന്ന് അനിയുടെ കയ്യിൽ നിന്ന് മോതിരം സ്ലിപ്പായി വീഴുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, അനി മനഃപൂർവ്വം താഴോട്ടിട്ടതാണ്. ഷോ, എന്താ അനി ഇത്, ശ്രദ്ധിക്കട്ടെ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇത് പൊരുത്തമുള്ള കല്യാണമൊക്കെ തന്നെയാ. പക്ഷേ ഈ ബന്ധം എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് പ്രശ്നത്തിൽ തെളിയുന്നില്ല. എന്തായാലും നമുക്ക് പിന്നൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം മോതിരമാറ്റൽ ചടങ്ങ് നടക്കട്ടെ. മോനെ, ഒന്നുകൂടി ആ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. ആ സമയത്താണ് ആദർശിന്റെ എൻട്രി. നിർത്ത്, ഈ എൻഗേജ്മെന്റ് നടക്കരുത്. ഇത് കണ്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. നീ ആരുടെ ഈ എൻഗേജ്മെന്റ് നടക്കരുതെന്ന് പറയാൻ? മുത്തശ്ശൻ എന്നോട് ഇപ്പോൾ വെറുപ്പായിരിക്കും. പക്ഷെ എൻ്റെ അനിയനെ കുരുതി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പം അവന്തിക പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്തീ പറയുന്നത്? നിർത്തരി, നിന്റെ അഭിനയം. അഭിനയിച്ച് ഈ വീട്ടിലുള്ള എല്ലാവരെയും നീ കയ്യിലെടുത്തുവല്ലേ? ഇവള് പേരും കള്ളിയ മുത്തശ്ശനാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് അഭിനയിക്കുന്നുണ്ട്. ജ്വല്ലറിക്ക് പിന്നിൽ അപ്പച്ചിയുടെ ഭർത്താവാ നാഗേന്ദ്രൻ, ഇവന്റെ അച്ഛൻ ഈ അബിയുടേത്. ആ സമയത്ത് അബിയാണെങ്കിൽ ശരിക്കും ഞെട്ടുകയാണ് കേട്ടോ. എന്തായാലും ഇവന്റെയും ഇവളുടെ അറിവോട് കൂടിയിട്ടാ ഇവളുടെ അച്ഛൻ ഇതൊക്കെ തുടങ്ങിയത്. എന്ന് വെച്ചാൽ മൂർത്തി ജ്വല്ലറി ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നത്. കൂട്ടത്തിൽ 2 മക്കളും ഉണ്ടല്ലോ. ഇവളിപ്പോൾ അഭിനയം നടിക്കുക, എല്ലാവരുടെ മുന്നിൽ സ്നേഹം നടിച്ചിട്ട്. ആദർശട്ട അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ ആദർശ അവന്തികയുടെ കരണത്തോരണം പൊട്ടിക്കുന്നുണ്ട്. നിർത്തരി, ഇനി നിന്റെ പുഴുത്ത നാവുകൊണ്ട് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അപ്പം ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശ ഇത്? നീ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ പറയുന്നത്? കാണിച്ചു തരാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ കാണിച്ചു തരാം. നയനിയും നന്ദുവും പിന്നെ തന്നെ ഉണ്ട് കേട്ടോ. അനിക്കാണെങ്കിൽ വലിയ സന്തോഷമാണ്. അനി നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കാണ്, എല്ലാവരും വീഡിയോ കാണ്. ഇവൾക്ക് ഇവളുടെ അച്ഛനുമായിട്ട് ബന്ധമുണ്ട്. ആ സമയത്ത് ജലജയാണെങ്കിൽ ദേഷ്യം പിടിച്ചോണ്ട് അവന്തികയുടെ മുഖത്തോട്ട് നോക്കുകയാണ്. ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ഇയാളുടേതാ. ഇയാളാണ് നമ്മളെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്താൻ നോക്കുന്നത്. നാഗേന്ദ്രൻ, ഇയാളെ ഞാൻ കയ്യോടെ പിടികൂടുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. ഇനി മുത്തശ്ശൻ പറ, അച്ഛനുമായിട്ട് ബന്ധമുള്ള ഇവള്, അച്ഛൻ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്ന ഇവള് ഹനിയുടെ ഭാര്യയായിട്ട് വരേണ്ടവളാണോ? അവന്തികെ, നീ എല്ലാവരെയും പറ്റിക്കുമായിരുന്നല്ലേ? ഇതും പറഞ്ഞ് മുത്തശ്ശന്റെ കയ്യിൽ നിന്നും കാരണത്ത് നോക്കി ഒരെണ്ണം കിട്ടുകയാണ്. ഇറങ്ങിപ്പോടി വീട്ടിൽ നിന്ന്. എന്താടാ നോക്കി നിൽക്കുന്നത്? അമ്മയും പെങ്ങളെയും വിളിച്ച് ഈ പടി ഇപ്പം ഇറങ്ങിക്കോണം. അത് പിന്നെ മുത്തശ്ശ, ഇറങ്ങട ഇവിടുന്ന്, ഇറങ്ങിപ്പോ. ഇതും പറഞ്ഞുകൊണ്ട് ജലജയും അവന്തികയും അബിയും തള്ളി പുറത്താക്കാണ് മുത്തശ്ശൻ. ആനന്ദപുരിയുടെ പുറത്തോട്ട് വലിച്ചഴിക്കുകയാണ്. ഇനി നിങ്ങളുടെ സ്ഥാനം പുറത്ത്, ആനന്ദപുരി കാത്തായിരിക്കില്ല. അപ്പം ജലജ പറയുന്നുണ്ട്, അയ്യോ അച്ഛ, എനിക്കൊന്നും അറിഞ്ഞൂടച്ച. മക്കളെ വളർത്തി വഷളാക്കിയത് നീ അടി. അപ്പം നീയും ഇത് അനുഭവിച്ചേ പറ്റൂ, ഇറങ്ങി പൊക്കോണം. ഇതും പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാനിട്ടോ. അനിക്കാണെങ്കിൽ വലിയ സന്തോഷമാണ്. അനി ആദർശിനെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ ഞങ്ങൾ ഇറങ്ങുക. എങ്ങോട്ട്? ഗസ്റ്റ് ഹൗസിലോട്ട്. ഇനി ഗസ്റ്റ് ഹൗസിലല്ല നിങ്ങൾ നിൽക്കേണ്ടത്, ഇവിടെയാണ്. നിങ്ങൾ ഇവിടെയല്ലായിരുന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. നീ എൻ്റെ കൊച്ചുമകനാ, അത് തെളിയിച്ചു കഴിഞ്ഞു. ഇത് ഞാൻ നിനക്ക് തന്ന ഒരു പരീക്ഷണമായിരുന്നു, നീ അതിൽ വിജയിച്ചു. ഇതും പറഞ്ഞുകൊണ്ട് ആദർശനും മുത്തശ്ശൻ കെട്ടിപ്പിടിക്കാനിട്ടോ. ആദർശനും ഒരുപാട് സന്തോഷമാവാണ്. ഓക്കെ, അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും നല്ലൊരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ബാക്കി കിട്ടാനായി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.